ചേട്ടാ, കഴിഞ്ഞ നവംബർ 2-ാം തീയതി കേരള എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യവേ വർക്കലയിൽ വെച്ച് പാലോട് സ്വദേശിനി ശ്രീകുട്ടി എന്ന 19 വയസ്സുകാരിയെ ട്രെയിനിൽ നിന്ന് മദ്യപൻ തള്ളി താഴ്ത്തിട്ട സംഭവം വളരെ ചർച്ചയായതാണ്. അപ്പോൾ ട്രെയിനിൽ സ്ത്രീകളുടെ, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷിതത്വമൊക്കെ ചോദ്യചിഹ്നമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവത്തെ തുടർന്ന് ഈ പെൺകുട്ടി തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. അബോധാവസ്ഥയിലാണ്, ഇതുവരെ ബോധം വന്നിട്ടില്ല. ഇപ്പോൾ ഈ സുരേഷ് കുമാർ എന്ന ഇതിലെ പ്രതിയെ തിരിച്ചറിയാനായിട്ടൊരു പരേഡ് ഈ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതിൽ ഈ പെൺകുട്ടിക്കൊപ്പം യാത്ര ചെയ്യായിരുന്ന സുഹൃത്ത് ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ കേസിലെ വിശദാംശം? ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ കേസിൽ പ്രതിയെ കണ്ട 2 പേർ. ഒന്ന് ആ ചുവന്ന ഷർട്ടുകാരൻ, അതായത് ഈ കുട്ടിയെ രക്ഷിച്ച, അതായത് ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ശ്രീകുട്ടിക്കൊപ്പം അർച്ചന എന്ന് പറയുന്ന കരമന സ്വദേശിനിയായിട്ടുള്ള ഇതേ പ്രായമുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ രക്ഷിച്ചത് ഈ ചുവന്ന ഷർട്ടുകാരനായിരുന്നു. ഈ ചുവന്ന ഷർട്ടുകാരൻ പിന്നീട് എങ്ങോട്ട് പോയി എന്ന് ആർക്കും ഒരു പിടുത്തവുമില്ല. അയാൾ അജ്ഞാതനാണ് ഇപ്പോഴും. കൃത്യമായൊരു വിവരം നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ കിട്ടിയിട്ടില്ല, ചിലപ്പോൾ ഇനി കിട്ടിയേക്കാം എപ്പോഴെങ്കിലും. അപ്പോൾ അത് സംബന്ധിച്ച് റെയിൽവേ വലിയ അന്വേഷണം നടത്തി CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഇയാൾ എവിടെയാണ്? കാര്യം ഇയാൾ ഐ വിറ്റ്നസ് ആണ്, വളരെ പ്രധാനമാണ്, ദൃക്സാക്ഷിയാണ്, സാക്ഷിയല്ല ദൃക്സാക്ഷിയാണ് അയാൾ, വളരെ പ്രധാനപ്പെട്ട സാക്ഷി. അയാളെ നഷ്ടപ്പെടാൻ ഈ കേസ്, അയാളെ ഈ കേസിൽ വളരെ പ്രധാനമാണ്, അയാൾ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ ആളാണ് അർച്ചന. അർച്ചനയാണ് കഴിഞ്ഞ ദിവസം ജയിലിലേക്ക് കൊണ്ടുവന്ന് മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ ഈ സുരേഷിനെ ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് പോലീസ് നടത്തിയത്. അതിൽ കൃത്യമായി ഈ അർച്ചന പറയുകയുണ്ടായി ഇത് തന്നെയാണ് ആ പ്രതി എന്നുള്ളത്. അപ്പോൾ അയാൾക്കെതിരെ ഈ അർച്ചനയുടെ മൊഴി നിലനിൽക്കുകയാണ്. അർച്ചനയുടെ മൊഴി എന്തായാലും മാറാൻ പോകുന്നില്ല, ഇവർ തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ്. മാത്രമല്ല ഈ ശ്രീകുട്ടിയുടെ ഭർത്താവിനെ കാണുന്നതിന് വേണ്ടി ആലുവയിൽ പോയിട്ട് മടങ്ങുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ 2 കുട്ടികൾ അപകടത്തിൽപ്പെടുന്നത്. സംഭവിച്ചൊരു കാര്യം, കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേരള എക്സ്പ്രസ്സിൽ ഇയാൾ കയറുന്നത്. കോട്ടയത്ത് വണ്ടി എത്തുമ്പോൾ തന്നെ ഒരു സമയമാവും, വൈകുന്നേരം, നല്ല തിരക്കുള്ള വണ്ടിയുമാണ്. ഇതിൻ്റെ ഏറ്റവും ബാക്കിലെ ജനറൽ കോച്ച്, ഇതിലാണ് ഇയാൾ കയറിയത്. അതിനു മുമ്പ് ഇയാൾ അതിരമ്പുഴ, അതുപോലെ തന്നെ നാഗമ്പട, 2 സ്ഥലത്തെയും ബാറിൽ കയറി ഇയാൾ മദ്യപിച്ചതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാൾ ആ ട്രെയിനിൽ കയറുന്നു. ട്രെയിനിൽ കയറിയ ശേഷം ആദ്യമൊക്കെ ഇയാൾ നിശബ്ദനായിരുന്നു. പിന്നീട് ഈ അർച്ചനയുടെ മൊഴി പ്രകാരം ഇവർ 2 പേരും കുറച്ചു നേരം ഉറങ്ങി. ഈ അർച്ചനയും അതുപോലെ തന്നെ ശ്രീകുട്ടിയും ഉറങ്ങി. അതിനുശേഷം ശ്രീകുട്ടി ടോയ്ലറ്റിലേക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ ഈ വാതിൽ നിന്ന് ഇയാൾ മാറിക്കൊടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അയാൾ അവിടെ നിന്ന് പുകവലിച്ചു. അപ്പോൾ പുകവലിച്ചപ്പോഴത്തേക്ക് കുട്ടി പറഞ്ഞു, ഞാൻ റെയിൽവേക്ക് പരാതി കൊടുക്കും എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഈ കുട്ടിയെ നടുവിനെ ചവിട്ടി വെളിയിലേക്ക് ഇട്ടു എന്നതാണ് FIR പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് അപ്പോഴത്തേക്ക് അർച്ചന അവിടെയുണ്ട്, തൊട്ടടുത്തുണ്ട്. അപ്പോൾ അർച്ചന ബഹളമുണ്ടാക്കിയപ്പോൾ ഈ കുട്ടിയെ കാലിൽ പിടിച്ച് വലിച്ച് വെളിയിലേക്ക് ഇടാൻ ശ്രമിച്ചു. അപ്പോൾ ഇയാളുടെ കാലിൽ ചുറ്റിപ്പിടിച്ച്, വാതിലിലും ചുറ്റിപ്പിടിച്ച് ഈ കുട്ടി നിന്നതുകൊണ്ട് മാത്രം ഈ കുട്ടിക്ക് വെളിയിലേക്ക് പോകേണ്ടി വന്നില്ല. ഇല്ലെങ്കിൽ ഈ കുട്ടിയെയും വലിച്ച് എറിഞ്ഞാനെ. അങ്ങനെയാണെങ്കിൽ 2 പേരിൽ ഈ പറയുന്ന 2 പേരും അപകടം സംഭവിക്കുകയും ഈ കേസ് ഒരു കാരണവശാലും തെളിയാത്ത രീതിയിൽ, ഇപ്പോൾ ഗോവിന്ദചാമി കിടക്കുന്നത് പോലെ ദീർഘകാലം ഈ സുരേഷിനെ സെല്ലിലിട്ട് ചെലവിന് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നു. ഇതും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാലും ജയിലിനകത്ത് തന്നെ കിടക്കും, തീറ്റ കൊടുത്തേ പറ്റൂ, അതാണ് കാര്യം. അപ്പോൾ ഇയാൾ ഇവരെ ഉപദ്രവിക്കുന്നു, 2 പേരെ ഉപദ്രവിക്കുന്നു. ഈ ചുവന്ന ഷർട്ടുകാരൻ വന്ന് ഇതിൽ ഒരു കുട്ടിയെ രക്ഷിക്കുന്നു. ഇവിടെ പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പറയുന്ന ട്രെയിനുകളിൽ വലിയ തരത്തിലുള്ള അക്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്ത ഫെബ്രുവരി 1-ാം തീയതി 2011 സൗമ്യ വധക്കേസ്, പ്രതി ഗോവിന്ദചാമി, അയാൾ സെല്ലിൽ നിന്ന് ചാടി വീണ്ടും പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഏതാണ്ട് 10 വർഷങ്ങൾക്കിപ്പുറമാണ് അടുത്ത അതിക്രമം നടക്കുന്നത്. 2021 ഏപ്രിൽ 26 ഗുരുവായൂർ പുനലൂർ എക്സ്പ്രസ്, അത് ഒലിപ്പുറത്ത് വെച്ച്, അതായത് എറണാകുളത്തിന് അടുത്ത് വെച്ച്, അവിടെ മോഷണവും അക്രമവും കാരണം ഒരു യുവതി പുറത്തേക്ക് എടുത്തു ചാടി, അവർക്കും കാര്യമായി പരിക്കേറ്റു. 2023 ഏപ്രിൽ 2 ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ്, അതിന് തീയിട്ടു, ഓർമ്മയില്ലേ? കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എലത്തൂർ കോഴിക്കോട് എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എലത്തൂർ. 2024 ഏപ്രിൽ 2 എറണാകുളത്ത് നിന്ന് പാട്നയിലേക്ക് പോകുന്ന ട്രെയിനിൽ നിന്ന് ടി ടി എടുത്തെറിഞ്ഞു.
ടി കെ വിനോദ് കുമാർ, അദ്ദേഹം ആ സമയത്ത് തന്നെ അപ്പോൾ തന്നെ മരിച്ചുപോയി. രക്ഷിക്കാൻ പോലും ആർക്കും സാധിച്ചില്ല. അതിവേഗതയിൽ ഓടുന്ന ട്രെയിനായിരുന്നു. 2024 മെയ് 15 ടി അരുൺകുമാറിനെ ഛത്തീസ്ഗഡ് തൊഴിലാളി ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ എടുത്തിട്ടിടിച്ചു. അതവൻ അവിടുത്തെ ശുചീകരണ തൊഴിലാളിയാണ് റെയിൽവേയുടെ. അവൻ തന്നെയാണ് ട്രെയിനിനകത്ത് ടി എടുത്തിട്ടിടിച്ചത്. പിന്നെ 2025 ഓഗസ്റ്റ് 8 ഈ അമ്മിണി ജോസഫിനെ നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വെച്ച് പിടിച്ചുപറി, മോഷണം, പണം കവർന്നു, അവരെ എടുത്ത് വെളിയിലും കളഞ്ഞു ട്രെയിനിൽ നിന്ന്. ഇത്രയധികം അക്രമങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, റെയിൽവേയുടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അറിയിക്കാനുള്ള നമ്പറാണ് 139. ഇതാണ് പിന്നെ റെയിൽവേയുടെ ഒരു നമ്പർ. പിന്നെ 9846 100 200 രണ്ടാമത്തെ നമ്പർ 112. ഇതിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഈ 139 വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം സീറോയിൽ ഞെക്കിക്കഴിഞ്ഞാൽ, ആദ്യം സീറോ ഞെക്കുകയാണെങ്കിൽ അവർ ആദ്യം കുറേ ഓപ്ഷൻസ് പറയും. ഒരു IVR ഉണ്ട്. അതെ, ആദ്യം പറയുന്നത് സീറോയിൽ പറയുകയാണെങ്കിൽ ആ സമയത്ത് അല്ലെങ്കിൽ അതിന് അടുത്ത കാലത്ത് എവിടെയെങ്കിലും റെയിൽവേയുടെ എവിടെയെങ്കിലും ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതറിയാനാണെങ്കിൽ സീറോ ഞെക്കാൻ പറയും. ഇങ്ങനെ 1 2 3 4 5 പ്രോസസ്സ് കഴിഞ്ഞ് 6 എത്തുമ്പോഴാണ് നമ്മുടെ അടുത്ത് പറയുന്നത് ഭാഷ പറയാൻ, ഏത് ഭാഷ വേണമെന്ന് നമ്മൾ പറയാൻ. അത് ഞെക്കുമ്പോഴത്തേക്ക് കോള് കട്ടായിപ്പോൾ, അല്ലെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കും. ഇതാണ് സംഭവിക്കുന്നത്. സാങ്കേതിക പിഴവുകൾ അതിനുണ്ട്. ധാരാളം പിഴവുകൾ ഇതിലുണ്ട്. ഇപ്പം നമ്മളിത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഇരകൾ അക്രമിയുടെ ഇരയാക്കപ്പെട്ട് കഴിഞ്ഞു കാണുക. അത് ഇത്രയും പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനകത്ത്. ഇത് ഞാൻ ഇത് പറഞ്ഞ കാര്യം, അന്നേ ദിവസം ഈ ഒരു യാത്രക്കാരൻ ഇത് അറിയിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ബിലാസ്പൂരിലെ റെയിൽവേ ട്രെയിൻ അപകടത്തെക്കുറിച്ച് പറയാൻ സീറോ ഞെക്കാനാണ് അയാളോട് പറഞ്ഞത്. സീറോയിൽ നിങ്ങൾ ഞെക്കൂ, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യൂ, നിങ്ങൾക്ക് ബിലാസ്പൂരിലേക്കുള്ള ട്രെയിനിൻ്റെ അപകടം അറിയണമെങ്കിൽ. ഈ ഒറ്റ കോളിനപ്പുറം ഒരു സഹായമായിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഇവർക്ക് ഇങ്ങനെ വരില്ലായിരുന്നു. സമയം വേറൊരു പ്രത്യേകത, അത് പ്രത്യേകിച്ച് പറയേണ്ടതാണ്. കേരള പോലീസിൻ്റെ 100 അവർ അപ്പോൾ തന്നെ റെയിൽവേയുടെ കൺട്രോൾ റൂമിലേക്ക് ഡയറക്റ്റ് വിളിക്കും. നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ കേൾക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ട്രെയിൻ ഉള്ളിൽ അല്ലെങ്കിൽ പുറത്തൊരു അതിക്രമം ഉണ്ടാവുകയാണെങ്കിൽ 100 കേരള പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റെയിൽവേയുടെ കൺട്രോൾ റൂമിലേക്ക് അവർ ഡയറക്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കും. ഇതാണ് ഇതിനകത്തുണ്ടാകുന്ന ഒരു പ്രശ്നം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടെ മാത്രം 604 പേര് ഈ റെയിൽവേയുടെ വനിതാ കമ്പാർട്ട്മെൻറ്റിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്കെതിരെ പിഴ ചുമത്തിയവർ മാത്രം 604 പേരാണ്. അത്രയും പേരാണ് ഇതിലുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ശ്രീകുട്ടി എന്ന് പറയുന്ന പെൺകുട്ടി എന്നേ പറയാൻ പറ്റും, 19 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ ഈ പെൺകുട്ടി അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഈ കുട്ടിയെ കിടത്തിയിരിക്കുന്നത്. അതിന് കൃത്യമായി കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനോ പറയാനോ പറ്റുന്നില്ല. അതിൻ്റെ സഹോദരി വിളിച്ചപ്പോൾ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ സഹോദരി അതിനെ വിളിച്ചപ്പോൾ അത് കണ്ണ് ചലിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ബ്രെയിന് കിട്ടുന്നുണ്ട്, വിളി തന്നെയാണ് വിളിക്കുന്നത്, തനിക്ക് പരിചയമുള്ള ആരോ തന്നെ വിളിക്കുന്നു എന്ന് ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സാധാരണഗതിയിലേക്ക് മടങ്ങി വരാൻ കാലങ്ങളെടുക്കും. അത് ബ്രെയിനാണല്ലോ ഇഞ്ചുറി പറ്റിയത്. ഒന്ന് നടുവിനേറ്റ ശക്തമായിട്ടുള്ള ചവിട്ട്, അതിൽ ക്ഷതം, അത് നട്ടലിന് ക്ഷതം ഏൽപ്പിക്കും. മാത്രമല്ല പിന്നെ ട്രെയിനിൽ നിന്നുള്ള വീഴ്ച, അത് തലയിടിച്ചുള്ള ഓടുന്ന ട്രെയിനിൽ നിന്നുള്ള വീഴ്ച ഭയങ്കര അതിഭീകരമായിട്ടുള്ള വീഴ്ചയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പ്രത്യേകിച്ചും ഇതാണല്ലോ 2 ഫോഴ്സ് ആണല്ലോ, 2 ഫോഴ്സ്. ആ ഫോഴ്സ് വീഴുന്നതും ഈ ഫോഴ്സും ട്രെയിനിൻ്റെ സഞ്ചാര വേഗതയും ഇതിനനുസരിച്ചിരിക്കും. ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, NV മകേഷ്, കന്യാകുമാരി കൊല്ലം മെമുവിൻ്റെ ലോക്കോ പൈലറ്റ്. ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് വർക്കലയ്ക്കടുത്ത് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സമയം കന്യാകുമാരി എന്നുള്ള കൊല്ലം മെമു വന്നുകൊണ്ടിരിക്കുകയാണ്. കടയ്ക്കാവൂരെത്തുമ്പോഴാണ് ഈ കൊല്ലം മെമുവിൻ്റെ ലോക്കോ പൈലറ്റായിട്ടുള്ള ഈ NV മഹേഷിന് ഇതിൻ്റെ ഇൻഫർമേഷൻ ലഭിക്കുന്നത്. അതായത് വർക്കലയ്ക്കടുത്ത് ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും ഒരാൾ വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് ആ മെമു ലോക്കോ പൈലറ്റിന് കിട്ടിയ വിവരം. കടയ്ക്കാവൂരിൽ നിന്ന് ആ ട്രെയിൻ വേഗത വളരെ കുറച്ചാണ് വന്നത്. കാരണം എറിഞ്ഞത് 2 ട്രാക്കിനും ഇടയിലേക്കാണ് എന്നുള്ളതാണ് അറിവ്. കടയ്ക്കാവൂരിൽ നിന്നും ഈ ട്രെയിൻ വളരെ വേഗത കുറച്ച് വന്നു. കാരണം ട്രാക്കിലാണ് ഈ കുട്ടി വീണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ ട്രെയിൻ കയറി ഇറങ്ങും. അതിവേഗതയിൽ വരികയാണെങ്കിൽ പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ലല്ലോ. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു വന്നപ്പോൾ ഈ കുട്ടിയെ ഇതുപോലെ വർക്കലയ്ക്ക് ഏതാനും റെയിൽവേ സ്റ്റേഷൻ ഏതാനും അകലെയായിട്ട് കണ്ടെത്താൻ സാധിച്ചു ഈ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റിന്. തുടർന്ന് ഈ ലോക്കോ പൈലറ്റ് ഈ ട്രെയിൻ നിർത്തുകയും തുടർന്ന് ഈ ട്രെയിനിലെടുത്തിട്ടാണ് ഈ കുട്ടിയെ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നതും തുടർന്ന് ആംബുലൻസ് മാർഗം അതിവേഗതയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിക്കുന്നതും. അതായത് ഈ തലയിലുള്ള ഇൻറ്റേർണൽ ബ്ലീഡിങ് അത് വലിയ തോതിൽ എത്തുന്നതിന് മുമ്പേ
ആശുപത്രിയിൽ എത്തിക്കാൻ, മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ സാധിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഉത്തമമായിട്ടുള്ള സംയോജിതമായിട്ടുള്ള പ്രവർത്തനമാണ്. ഇല്ലായിരുന്നില്ല ഈ കുട്ടി മരണപ്പെട്ടു പോയേനെ. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ ഏതായാലും അദ്ദേഹം ആ കാര്യത്തിൽ ഇടപെട്ടു. ഇതിന് ശേഷം ഇങ്ങോട്ടുള്ള പ്രോസസ്സ് നോക്കാം. ഇതിന് ശേഷമുള്ള പ്രോസസ്സ് വലിയ തരത്തിലുള്ള പരിശോധന ട്രെയിനിൽ നടക്കുന്നുണ്ട്. അതിപ്പോൾ ആദ്യഘട്ടത്തിൽ വളരെ സ്ട്രോങ് ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു പവർ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കുറഞ്ഞു തുടങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഓരോരുത്തരെയും ചെക്ക് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ 10-ാം തീയതിയിലെ ഭീകര ആക്രമണം ദില്ലിയിലുണ്ടാകുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഈ ബോംബ് സ്ക്വാഡിൻ്റെ പരിപാടിയും അത്തരം കാര്യങ്ങളുമാണ് ഇപ്പോൾ റെയിൽവേ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇതിൽ ഉണ്ടാകുന്നൊരു കാര്യം, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ കണ്ണു തുറക്കുന്നു കുറച്ച് ദിവസം. അത് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടണം. അതിപ്പോൾ ആരാണെങ്കിലും ഏത് സംഭവമാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ. ആദ്യം കുറച്ച് ദിവസം മീഡിയയുടെ ഒരു അറ്റൻഷൻ ഉള്ളപ്പം അവരിങ്ങനെയൊക്കെ. പക്ഷേ ഈ ദീർഘദൂര ട്രെയിനുകളിൽ വന്ന് കേരളത്തിലേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ അവർ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളാണ്. പിന്നെ തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, ഒരു TTയെ കൊലപ്പെടുത്തി, മറ്റൊരു TTയെ ആക്രമിച്ചു. പിന്നെ ഈ പറയുന്ന അമ്മിണി ജോസഫിനെ ആക്രമിച്ചതും ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. ധാരാളം പേര്, അതായത് റെയിൽവേയുടെ ഒരു പരിശോധന അത് സ്ട്രോങ് ആയിട്ട് നിലനിൽക്കണം. ഇത് ഈ റെയിൽവേ എന്ന് പറയുന്ന ഇന്ത്യൻ റെയിൽവേയുടെ നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ചിലർ ഇതിനെ ഒരു തങ്ങളുടെ ഒരു തൊഴിലിടമായിട്ട് കരുതി കൂട്ടി നിൽക്കുകയാണ്. മോഷണം നടത്താനും കവർച്ച നടത്താനും ആളുകളെ ഭീഷണിപ്പെടുത്താനും പണം തട്ടാനും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് ഇത് എന്ന് കുറച്ച് പേർ വിശ്വസിക്കുന്നു. ചില റെയിൽവേ സ്റ്റേഷനുകളുണ്ട്, രാത്രി ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ട്രെയിനുകൾ അവിടെ നിർത്തുകയില്ല. പിന്നീട് ഇത് ഒരു പ്രത്യേക മേഖലയായി കുറച്ച് പേർ മാറ്റിയെടുക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു യാത്രക്കാരൻ അല്ലെങ്കിൽ യാത്രക്കാരി ഒരു ട്രെയിൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ആ റെയിൽവേ സ്റ്റേഷനിൽ ആ സമയത്ത് വരേണ്ട ട്രെയിൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരോട് ഇരുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ പിന്നാലെ കൂടി ശല്യം ചെയ്യുക, പിന്നെ കവർച്ച, ഭീഷണിപ്പെടുത്തൽ, ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. പണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച്. അതായത് റെയിൽവേയുടെ ഈ നമ്പറുകൾ സംബന്ധിച്ച്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് സുരക്ഷ, അത് ഇപ്പോഴൊന്നുമല്ല, ഒരു 2011 സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റിപ്പോർട്ടായിരുന്നു. അത് ഒരു അപകടവുമായി ബന്ധപ്പെട്ട്, അത് യഥാർത്ഥത്തിലുള്ള ഒരു അപകടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു ദൃശ്യം ലഭിച്ചു. വിളിച്ചപ്പോൾ കിട്ടുന്നില്ല. അവരത് റെക്കോർഡ് ചെയ്ത് ഈ മാധ്യമപ്രവർത്തകർ കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അത് എനിക്കൊന്ന് ഇന്ത്യ വിഷനിലായിരുന്നു എന്ന് തോന്നുന്നു, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. ഏതായാലും ശ്രീകുട്ടി എന്ന് പറയുന്ന കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ച് എത്തട്ടെ. 19 വയസ്സ് മാത്രമേ ഉള്ളൂ. അതിനോടാണ് ഈ പറയുന്ന സുരേഷ് കൈക്കരുത്ത് കാണിച്ചത്. കൈക്കരുത്ത് എന്ന് പറയാൻ പറ്റില്ല, കാൽക്കരുത്ത്. ശരി.